കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടത്താനിരുന്ന ശസ്ത്രക്രിയകൾ മുടങ്ങും. അപകടമുണ്ടായ കെട്ടിടമുള്ള ബ്ലോക്കിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ശസ്ത്രക്രിയകളാണ് മുടങ്ങുക. 8 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അപകടം നടന്ന കെട്ടിടത്തിനോട് ചേർന്നുള്ള ബ്ലോക്കിലുള്ളത്. ഇന്ന് ശസ്ത്രക്രിയ നടക്കാനിരുന്നവരെ പുതിയ തീയതി അറിയിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ പെൺകുട്ടിക്ക് നിപ്പ എന്ന സംശയം. ഈ മാസം 1-ന് മരിച്ച മലപ്പുറം മങ്കട സ്വദേശിയായ 17-കാരിക്കാണ് നിപ്പ എന്ന് സംശയിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആയതോടെ സാമ്പിൾ പൂനെ NIVയിലേക്ക് അയച്ചു. പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും ജീവനക്കാരും ക്വാറന്റൈനിലാണ്. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ആതിര, കഴിഞ്ഞ മാസമാണ് പെൺകുട്ടി ഈ അസുഖബാധിതയായി മലപ്പുറത്തെ സ്വകാര്യ കോട്ടയ്ക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. പിന്നീട് രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. മങ്കട സ്വദേശി 18 വയസ്സുകാരിക്കാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ 2 ഡോക്ടർമാരെ നിലവിൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദഗ്ധ പരിശോധനയ്ക്കായി ഈ സാമ്പിളുകൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ സാമ്പിളിന്റെ ഫലം ഇന്ന് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 28-നാണ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പെൺകുട്ടിയെ എത്തിക്കുന്നത്. ഈ ആശുപത്രിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് പെൺകുട്ടിയെ എത്തിക്കുന്ന സമയത്ത് തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ പെൺകുട്ടി ഈ കോട്ടയ്ക്കലിൽ കഴിയുന്ന സമയത്തും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ പെൺകുട്ടി നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട്ടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴാണ് പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് നിപ്പയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സംസ്ഥാനത്ത് ഇതുവരെ 25 പേർക്കാണ് നിപ്പ ബാധിച്ച് മരിച്ചതായി ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നത്. പക്ഷേ അനൌദ്യോഗികമായി 28 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി പരിശോധിച്ചാൽ ഒരുപക്ഷെ 25 പേരാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അനൌദ്യോഗികമായി 28 പേരാണ് മരിച്ചത് എന്നുള്ള റിപ്പോർട്ടും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ 2 ഡോക്ടർമാരെയാണ് നിലവിൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പെൺകുട്ടി മറ്റാരൊക്കെയായി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് തുടങ്ങിയ റൂട്ട് മാപ്പുകളെല്ലാം തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ആതിര.